ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ നാം പഠിക്കാൻ പോകുന്നത് മനോഹരമായ രണ്ട് യൂസേജുകളാണ്. ലുക്ക് ലൈക്ക് എന്നുള്ള യൂസേജും സൗണ്ട് ലൈക്ക് എന്നുള്ള യൂസേജുമാണ്. ഹിയർ വി ഗോ. ആദ്യത്തെ യൂസേജ് നമുക്കെടുക്കാം, ലുക്ക് ലൈക്ക് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കിൽ പറയുകയാണെങ്കിൽ, നമ്മൾ കാണുന്നൊരു കാര്യം അത് ഇന്നതിനോട് സാദൃശ്യമുണ്ട്, ഇന്നതുപോലെയുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അത്തരം കാര്യങ്ങളാണ് ഈ സെൻറ്റൻസിലൂടെ നാം പറയുന്നത്. നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നാം പലപ്പോഴും പറയാറുണ്ട്, നീ നിൻ്റെ വാപ്പാനെ പോലെയുണ്ട്, അല്ലെങ്കിൽ നീ നിൻ്റെ അച്ഛനെ പോലെയുണ്ട്, അല്ലേ? ആ ഉദാഹരണം നമുക്ക് ഇങ്ങനെ പറഞ്ഞു നോക്കിയാലോ. ഹീ ലുക്സ് ലൈക്ക് ഹിസ് ഫാദർ. അവൻ അവൻ്റെ ഉപ്പയെ പോലെയുണ്ട്, അവൻ അവൻ്റെ അച്ഛനെ പോലെയുണ്ട്. ഹീ ഈസ് ലൈക്ക് ഹിസ് ഫാദർ എന്ന് സാധാരണഗതിയിൽ നാം പറയാറുണ്ട്. പക്ഷേ നാം ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ലുക്ക് ലൈക്ക് എന്ന് പറയുന്ന യൂസേജിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇനി സൗണ്ട് ലൈക്ക് എന്നതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നാം കേൾക്കുന്ന ശബ്ദങ്ങൾ ഇന്നതുപോലെയുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു ശബ്ദത്തോട് സാദൃശ്യമുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് സൗണ്ട് ലൈക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഒരു പെൺകുട്ടി പാട്ട് പാടുകയാണ്. അപ്പോൾ ആ പെൺകുട്ടിയുടെ പാട്ട് അതൊരു സൗണ്ടാണല്ലോ. ആ പെൺകുട്ടിയുടെ പാട്ട് മറ്റൊരു ആർട്ടിസ്റ്റിൻ്റെ പാട്ട് പോലെയുണ്ട് എന്ന് പറയാൻ വേണ്ടി ഈ സൗണ്ടിലേക്ക് നമുക്ക് ഉപയോഗിക്കാം. ഷീ സൗണ്ട്സ് ലൈക്ക് ദാറ്റ് ആർട്ടിസ്റ്റ്. ഇവിടെ സൗണ്ട്സ് എന്നൊക്കെ പറയാൻ കാരണം ഷീ എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ യൂസേജ്, നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന യൂസേജ് സൗണ്ടിലേക്ക് എന്നുള്ളതാണ്. ഇനി ഇതിനോട് സദൃശ്യമുള്ള മറ്റൊരു ഉദാഹരണം പറഞ്ഞു നോക്കിയാലോ. ഒരാൾ കുറച്ച് ഉറക്കെ ബെൽച്ചിങ് അല്ലെങ്കിൽ ഏമ്പക്കം വിട്ടു, അല്ലേ? അപ്പോൾ നാം അതൊരു പശുവിനോട് സാദൃശ്യമുണ്ട് എന്ന് പറയാം. അതൊരു ശബ്ദമാണല്ലോ, നാം കേൾക്കുന്നൊരു ശബ്ദമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഹിസ് ബെൽച്ചിങ് സൗണ്ട്സ് ലൈക്ക് എ കൗ. അപ്പോൾ ഓവറോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇത്ര മാത്രമേ ഉള്ളൂ. സൗണ്ട് ലൈക്ക്, അതുപോലെ തന്നെ ലുക്ക് ലൈക്ക്. നാം കാണുന്ന ഒരു കാഴ്ച അല്ലെങ്കിൽ കണ്ട ഒരു കാഴ്ച ഇന്നതുപോലെയുണ്ട് എന്ന് പറയാൻ വേണ്ടി ലുക്ക് ലൈക്ക് ഉപയോഗിക്കുമ്പോൾ, കേട്ട ഒരു ശബ്ദം ഇന്നതുപോലെയുണ്ട്, ഇന്നതിനോട് സാദൃശ്യമുണ്ട് എന്ന് പറയാൻ വേണ്ടി സൗണ്ടിലേക്ക് ആണ് ഉപയോഗിക്കുന്നത്. That's it for today's video. Thank you for watching.